18 matches down and we've seen some records broken and many reputations shaken. Welcome to another episode of Wicket to Wicket. Hi, this is Asya. This is Ashwin. 5 times champions ആയവരുടെ വക yet another disappointing performance. അതും അവരുടെ ഹോം ഗ്രൗണ്ടിൽ 3 സ്പിന്നേഴ്സ് ഇറങ്ങിയിട്ടും ആരും അവരുടെ കോട്ട തികച്ചിട്ടില്ല. With the bat, they played a test cricket on a T20 game. ധോണി 11ാമത്തെ ഓവറിൽ ഇറങ്ങേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ പുള്ളി 19 ബോൾ ഫേസ് ചെയ്യേണ്ടി വന്നു ആദ്യത്തെ ഒരു ബൗണ്ടറി കിട്ടാനായിട്ട്. ദ മോസ്റ്റ് ബൈ എനി ബാറ്റർ ഇൻ ദിസ് IPL സീസൺ. അങ്ങനെയാണ് ചെന്നൈയിൽ DC അവർ ഡോമിനേറ്റ് ചെയ്യുന്നത്. 2010 ശേഷം ആദ്യമായിട്ടാണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഡൽഹി അവരെ തോൽപ്പിക്കുന്നത്. ലാസ്റ്റ് ഗെയിം RCBയും ചെന്നൈയെ തോൽപ്പിച്ച് 2008 മുതൽ ഉണ്ടായിരുന്ന ജിങ്സ് അങ്ങ് ഒഴിവാക്കി. DCയുടെ ഫസ്റ്റ് ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ ടോസ് നേടി ബാറ്റിംഗ് യൂസ് ചെയ്തു. ഫസ്റ്റ് ഓവർ തന്നെ അവരുടെ ഓപ്പണർ നഷ്ടമായി, അതും ഡക്കിന്. 5ാമത്തെ പൊസിഷനിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി ഓപ്പണിംഗ് എത്തി KL രാഹുൽ. 51 ബോളിൽ നിന്ന് 77 റൺസാണ് പുള്ളി അടിച്ചെടുത്തത്. അതിൽ 6 ബൗണ്ടറി 3 സിക്സും ഉണ്ട്. മാച്ചിലെ ടേണിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഖലീലിന് ശേഷം മുകേഷ് ശർമ്മ സെക്കൻഡ് ഓവറാണ്. ഫോറൽ ലിറ്ററലി അസോൾട്ടഡ് ഹിം. DC ബാറ്റിംഗ് നിരയിൽ ബാക്കി ആര് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അക്ഷർ പട്ടേൽ ഒരു ചെറിയ ക്യാമിയോ ഉണ്ടായിരുന്നു. സമീർ റിവിസിൻ്റെയും ഒരു ചെറിയ ക്യാമിയോ. അതുപോലെ തന്നെ KL രാഹുൽ മിഡിൽ ഓവേഴ്സിൽ ഭയങ്കര സ്മാർട്ട്ലിയാണ് കളിച്ചത്. ലാസ്റ്റ് ഒന്ന് സ്റ്റബ്സിൻ്റെ ഒരു ചെറിയ ഇന്നിങ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 180+ എന്നൊരു സ്കോർ, അതും ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ പാർ സ്കോറിന് എബോവ്. ഫ്രം എ ബൗളിംഗ് പോയിന്റ് ഓഫ് വ്യൂ പേർപ്പിൾ ക്യാപ്പ് ഹോൾഡറിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ചെന്നൈ കാണിച്ചിട്ടില്ല. ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് പതിരാനയുടെ ഫ്യൂ ഡെത്ത് ഓവേഴ്സാണ്. അതാണ് ആക്ച്വലി ഡൽഹിനെ ആ ഒരു 180+ എന്ന് പറയുന്ന സ്കോറിലേക്ക് ലിമിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. CSKയുടെ ഒരു പാസ് റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 175+ സ്കോർസ് ഒന്നും അവർ ഈ അടുത്തൊന്നും ചേസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 2021 അവസാനം അങ്ങനെ ഒരു സ്കോർ അവർ ചേസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ലാസ്റ്റ് ഗെയിമിൽ RCB ആയിട്ട് അവർക്ക് ഇതേ സ്റ്റേഡിയത്തിൽ ഇതേ പിച്ചിൽ അവർക്ക് പറ്റിയത്. നമ്മൾ സെക്കൻഡ് ഇന്നിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ചെന്നൈ വാസ് പ്ലേയിങ് എ ടെസ്റ്റ് മാച്ച് അല്ലേ. എത്രയൊക്കെ പിച്ച് ട്രിക്കി ആണെന്ന് പറഞ്ഞാലും ഇതേ പിച്ചിലാണ് ഡൽഹി 180+ ഒരു സ്കോർ എടുക്കുന്നത്. അതേ പിച്ചിലാണ് ഇവരെ 158 എന്ന് പറയുന്ന സ്കോർസിലേക്ക് അവർ ലിമിറ്റ് ചെയ്ത് 25 റൺസിന് ജയിക്കുന്നത്. ചെന്നൈയുടെ ഒരു ബാറ്റിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പവർ പ്ലേയിൽ അവർക്ക് 43-3 എന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അതിൽ ആദ്യത്തെ ഓവറിൽ ഒരു 11 റൺസ് അടിച്ചതല്ലാതെ അവർക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ കാണിക്കാൻ സാധിച്ചില്ല. അതുകൂടാതെ 2 ഓപ്പണറിനെയും ആ പവർ പ്ലേയിൽ അവർക്ക് നഷ്ടമാവുകയും ചെയ്തു. റൈറ്റ്. മിഡിൽ ഓർഡർ നോക്കുകയാണെങ്കിൽ ഫുൾ ക്വിക്ക് വിക്കറ്റ്സ് ആയിരുന്നു ആൻഡ് ദേ കൊളാപ്സ്. അതാണ് 11th ഓവറിൽ ധോണി ഇറങ്ങാനുള്ള റീസൺ തന്നെ. അവർക്കൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയാനായിട്ട് ധോണിയുടെയും വിജയ് ശങ്കറിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 11ാമത്തെ ഓവറിൽ ഇറങ്ങിയ ധോണിയും വിജയ് ശങ്കർ 69 നോട്ട് ഔട്ടാണെന്ന് എൻ്റെ വിശ്വാസം. ധോണി 26 ബോളിൽ 30 റൺസ്. ഇവരുടെ ഒരു പാർട്ട്ണർഷിപ്പ്, അതിലാണ് CSKയുടെ സ്കോർ ഒന്ന് പിടിച്ചു നിന്നത്. അവരുടെ ഹാഫ് സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് ഡിഫീറ്റ് മാർജിൻ കുറച്ചെങ്കിലും ഇതൊന്നും IPL ഫാൻസ് എസ്പെഷ്യലി ചെന്നൈ ഫാൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടേ ഇല്ല. ദേ വർ നോട്ട് ഹാപ്പി. ധോണി ഫാൻസിന് അത് ആ ഒരു ചെറിയ സ്കോറിൽ ഒരു 6ഉം ഒരു 4ഉം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഒരു സ്റ്റംപിങ് ഉണ്ടായിരുന്നു. അതൊക്കെ ധോണി ഫാൻസിന് ഒരു ചെറിയൊരു ഉന്മേഷം നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇൻ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയുടെ ഒരു ബോളിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ മൊത്തം ബോളിംഗ് കൊണ്ട് നല്ലൊരു ദിവസമായിരുന്നു. സ്റ്റാർക്ക് വന്ന് നല്ലൊരു ബോളിംഗ് ചെയ്യുന്നു, നല്ലൊരു ഫിഗേഴ്സിൽ തന്നെ ബോൾ ചെയ്യുന്നു. മുകേഷിനാണെങ്കിൽ ആദ്യത്തെ ഓവറിൽ തന്നെ ക്യാച്ച് ആൻഡ് ബോൾഡായിട്ട് റിച്ചിൻ്റെ വിക്കറ്റ് കിട്ടുന്നു. സ്പിന്നറിനെ സപ്പോർട്ട് ചെയ്യുന്ന ചെപ്പോക്ക് പിച്ചിൽ തന്നെ അവരുടെ 2 സ്പിന്നേഴ്സും വിരാജിനും കുൽദീപിനും നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യാൻ സാധിച്ചു. വിരാജിന് 2 വിക്കറ്റും കുൽദീപിന് 1 വിക്കറ്റും എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് ഓൾ ടുഗദർ ഫോർ മീ ഇറ്റ് വാസ് നോട്ട് എ ത്രില്ലിംഗ് ഗെയിം ബട്ട് എ വെരി ഡിസപ്പോയിന്റിംഗ് ഗെയിം ഫോർ ചെന്നൈ ആൻഡ് ദെയർ ഫാൻസ്. അങ്ങനെ ഡിസപ്പോയിൻ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ സമയത്ത് നമുക്കൊരു മീം സെക്ഷനോട്ട് പോകാം, നമ്മുടെ മീം റിവ്യൂ സെക്ഷനോട്ട് പോകാം. ഷുവർ. ഈ അടുത്തായിട്ട് ചിയർ ഗേൾസ് എസ്പെഷ്യലി ചാമ്പ്യൻ ടീംസിൻ്റെ ചിയർ ഗേൾസിനൊന്നും ഒരു പണിയില്ല. രാവിലെ എണീക്കുക കുളിക്കുക പോയി കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക കുളിക്കുക പോയി കിടന്നുറങ്ങുക, അത് തന്നെ. എന്നാ സുഖമായിട്ട് വെറുതെ ഇരുന്ന് പൈസ കിട്ടില്ലേ? അവർ കുറച്ച് ഡാൻസ് എങ്കിലും കളിച്ചു വിട്ടുന്നു. ഓക്കെ, ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ. ചെന്നൈ 180+ ചേസ് ചെയ്യുന്ന ദിവസങ്ങളിൽ കളി കാണുന്ന CSK ഫാൻസ് ഈ ഷോട്ട് ഇന്നലത്തെ കളിയിൽ നിന്ന് അവരുടെ പ്ലെയർ തന്നെ കിടന്നുറങ്ങുന്ന ഷോട്ടാണ്. ടെസ്റ്റ് കളിക്കുന്ന പോലെ അവരിപ്പോൾ IPL കളിക്കുന്നത് സ്വാഭാവികം. അപ്പം ഇങ്ങനെ ഉറങ്ങിയെന്നൊക്കെ വരും. അതെ. ധോണി കളിച്ചോ കളിച്ചില്ലേ ഇതിലൊന്നും ഒരു കാര്യമില്ല. തലയുടെ തല കണ്ടാൽ മതി, ഫാൻസ് ഹാപ്പിയാണ്. പിന്നെ ഫാൻസിന് ഹാപ്പി ആവുന്നുണ്ട്. ഫോമിലായിരിക്കണം. ഫോമിലാണ്ട കാര്യം തന്നെ ഞങ്ങൾ വീശാൻ വന്നു, ഞങ്ങൾ പോയി. ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കും. ഇനി ഈ കേസ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി.
എന്തെങ്കിലും മതിയല്ലോ. CSK പ്ലാന്റിംഗ് ട്രീസ് ഇൻ 2025 ലൈക്ക് പണ്ടൊക്കെ പാർക്കായിരുന്നു, ഇപ്പൊ വന്ന് റെയിൻ ഫോറസ്റ്റ് പണിയേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് അവരുടെ ഇപ്പോഴത്തെ മോട്ടോ സേവ് ദ പ്ലാനറ്റ് ആണെന്ന്. അങ്ങനെയാണ് ഈ സീസൺ കഴിയുമ്പോഴത്തേക്കും പ്ലാനറ്റ് ഫുൾ സേവ് ആവും. അതെ അതെ. നെക്സ്റ്റ് വൺ. അയ്യോ ശങ്കറിന്റെ ക്യാച്ച് പോയത്. ക്രിക്കറ്റ് കളിയില്ലാത്ത ഇവനെ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ വിടാം. ഓസ്കാറും കിട്ടുമായിരിക്കും ഈ ഒരു അഭിനയത്തിന്. പിന്നെ അല്ലാണ്ട് വിജയ് ശങ്കറിന്റെ ക്യാച്ച് അങ്ങനെ അപ്പം അവിടെ എടുത്ത, പിന്നെ ധോണിയെ അശ്വിനും കൂടെ വന്ന് എങ്ങനെയും മുട്ടി കുറച്ച് റൺസ് ഉണ്ടായ ഓർക്കാൻ വയ്യ സത്യം. അപ്പോ ചേസ് ചെയ്യാൻ വന്നതല്ലേ? ചേസ് ചെയ്യാനൊന്നുമല്ല, ഞാൻ 2 വീശാൻ വന്നതല്ലേ. റിക്വയർഡ് റൺ റേറ്റ് എത്രയാണെന്ന് അറിയാമോ? എത്രയാ? 24.5. ഓ, ഞാൻ 24 മിനിറ്റൊക്കെ ആണെങ്കിൽ ആഴ്ച ശരിയാവില്ല. നീ തന്നെ അടിച്ച് ജയിച്ചോ. ഞാൻ ചുമ്മാ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ. എൻജോയ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വരുന്നു പോകുന്നു എൻജോയ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ ധോണിയുടെ ഒരു ഫോം. CSK തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. So we'll move on to the next section, award section. Yes, let's see the awards. First award, the ABCD of Fielding Award. This goes to the whole team of Delhi. അത് വേണ്ടി വരും. വിജയ് ശങ്കറിനൊക്കെ 4 തവണയാണ് അവസരം കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞ് അതുകൂടാതെ അവരുടെ ഫീൽഡിങ്ങിൽ നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെ, ഭയങ്കര മോശമായിരുന്നു ഇത്തവണത്തെ ഡൽഹിയുടെ ഫീൽഡിംഗ്. നെക്സ്റ്റ് അവാർഡ്, റൺ ഫോർ യുവർ ലൈഫ് അവാർഡ്. അശുതോഷ് ശർമ്മയ്ക്കാണ് ആ അവാർഡ്. ലാസ്റ്റ് ഓവറിൽ പുള്ളി ഒരു ഓട്ടോ ഓടി, ജഡേജയുടെ അടുത്തോട്ട് ബോൾ അടിച്ചിട്ടിട്ട് കറക്റ്റ് ധോണിയുടെ കൈ കിട്ടി സ്റ്റംപ്. അതെ, ഓടി രക്ഷപ്പെടാൻ നോക്കിയതാ, ഔട്ടായി പോയി. നെക്സ്റ്റ് വൺ, ആയത്തെ ഹീറോ ഗയ 0. ഈ അവാർഡ് പോകുന്നത് കോൺവേക്കാണ്. ഇതുവരെയുള്ള ഒരു ഗെയിമും കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് കളിക്കാൻ ഇറക്കിയതാ. എന്നിട്ട് വലിയ ഫോമിലൊന്നും അല്ലായിരുന്നു. അടുത്ത അവാർഡ്, അൾട്രാ ലെജൻഡ് ഡക്ക്. അത് കിട്ടിയിരിക്കുന്നത് DC ഓപ്പണർ ജേക്ക് ഫ്രേസറിനാണ്. പുള്ളി 5 ബോൾ ഫേസ് ചെയ്തു, എന്നിട്ട് വിക്കറ്റ് കൊടുത്തു. നെക്സ്റ്റ് വൺ, കിസ്മത് കക്ക്, ദ ലക്കിയസ്റ്റ് മാൻ ഓൺ ദ ഫീൽഡ്. ആർക്കായിരിക്കും? 4 വട്ടം രക്ഷപ്പെട്ട വേറെ ആരുമല്ല, വിജയ് ശങ്കറിന് തന്നെയാണ് ആ അവാർഡ്. 3D ശങ്കർ എന്നൊക്കെയാണ് പുള്ളി അറിയപ്പെടുന്നത്. അടുത്ത അവാർഡ്, കദ്രോങ്കി കില്ലാടി അവാർഡ്. ഇത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പ്ലെയറിനാണ്, ആ കളി എങ്ങനെ ജയിപ്പിക്കാതിരിക്കാൻ നോക്കുന്ന ഒരു പ്ലെയർ. ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പിനാണ്, ധോണിയുടെ വിജയ് ശങ്കറിൻ്റെ പാർട്ട്ണർഷിപ്പ്. ഊഹിച്ചല്ലേ? എല്ലാവരും ഊഹിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ, T20 ടെസ്റ്റ് പ്ലെയർ അവാർഡ്. ഇത് നമ്മൾ പൊതുവേ ഈ പറഞ്ഞ പോലെ ഒരാൾക്കൊക്കെയാണ് കൊടുക്കുന്നത്, പക്ഷേ ഇത്തവണ അത് ദ ഹോൾ ടീം ഓഫ് ചെന്നൈക്ക് തന്നെ കൊടുക്കണം. പിന്നെ ഇല്ലാണ്ട് കളി കാണാൻ വന്നിരുന്ന ഫാൻസ് പോലും ഓർക്കും. റൈറ്റ്. ഈ മൊത്തം ഗെയിം ബാപ്പിൻ്റെ റിവെഞ്ച് ആയിരുന്നു. അക്ഷർ പട്ടേൽ ഡൽഹിക്ക് വേണ്ടി റിവെഞ്ച് അങ്ങ് ചെയ്തു. സത്യം, റിവെഞ്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവാർഡ് കൊടുത്ത് നിർത്തുകയും ചെയ്യാം, അടുത്ത എപ്പിസോഡിൽ കാണുകയും ചെയ്യാം. Until then, bye. ബൈ.